ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് ആ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് പോകുന്ന പുള്ളിയെ കണ്ടില്ലേ, വിഷ്ണു എന്നാണ് ആളുടെ പേര്. ഞങ്ങളുടെ കൂടെ ഗ്രാജുവേഷന് പഠിച്ച. അപ്പോൾ അവനെ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ചധികം നാളായി അവനെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ ഭയങ്കര ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കായിരുന്നു. അപ്പോൾ സമയം കിട്ടിയ ഒരു ദിവസം അന്വേഷിച്ച് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങി അവൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അവൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ കണ്ടു. അതിനുശേഷം ഉച്ച നേരത്താണ് ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് വീടിന് തൊട്ടടുത്തുള്ള ന്യൂറാസ് തട്ടുകട എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സെറ്റപ്പാണ് കടയെന്ന് പറയുന്നത്. കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാം വലിയൊരു ആംബിയൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഫുഡ് നല്ല ഫുഡാണ്, നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അത്യാവശ്യം നന്നായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കടയാണ്. കാര്യം നല്ല രീതിയിലുള്ള താറാവും മുയലും പിന്നെ വെളിച്ചെണ്ണയിലും മുരിച്ചെടുത്ത ചിക്കനും പിന്നെ പുട്ടും പൊറോട്ടയും അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉള്ള നല്ലൊരു കടയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു ഗ്യാതറിംഗ് ഉണ്ടായത്. അപ്പോൾ കുറച്ചധികം നേരം ഇവിടെ ഇരുന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു. പഴയ ഓർമ്മകളും പഴയ കാര്യങ്ങളൊക്കെ എന്നെ സംസാരിച്ച് ഇരുന്നു. ഫുഡ് സംസാരിക്കും. ഇപ്പൊ വന്നപ്പോ അവസാനം ഓഫീസിലെ എല്ലാ പരിപാടിക്കും ഇവിടെ ഞാൻ ഫുഡ് കൊണ്ടുപോകും. വെറൈറ്റി ഫുഡാണ്. റേറ്റും കുറച്ചുള്ള ഓൾറെഡി കല്യാണം കഴിയുമ്പോൾ നമുക്ക് ഒരു കമ്പനിയുടെ കുറവുണ്ടായിരുന്നു. അല്ല, നമ്മൾ 2 ദിവസം ട്രെയിൻ അല്ലെങ്കിലും ബൈക്ക് ട്രെയിൻ ഇങ്ങനെ കറക്റ്റ് പോവാളായി. അവരൊരു കാറിന്റെ കോറം തികഞ്ഞു സെറ്റ് പ്ലാൻ ചെയ്യാനാണ് നമ്മുടെ പരിപാടിയിൽ. ഇദ്ദേഹം പോയാ ഞങ്ങളെ പുറത്തൊന്ന് കൂട്ടിയിട്ട് പോയിട്ട് ഞങ്ങളിതൊന്നും അറിയുന്നില്ലല്ലോ. ആകെ അറിഞ്ഞത് 12-1 മണിയൊക്കെ ആകുമ്പോ ഡോറ് വന്ന് കിടന്ന് അല്ല കണ്ണനുണ്ട്. അങ്ങനെയല്ല, വേറൊരു കോമഡി അവന്മാരോട് കെട്ടി വെച്ചേക്കാം. അവന്റെ അച്ഛന്റെ കാര്യം വേറെ അൽഫോൺസ് ചാക്കോ സഞ്ചി ഇറങ്ങി സിനിമ അന്ന് ഹിറ്റായി. ഒറ്റ ഇടക്കെ തന്നെ പേര് ഹിറ്റായി. ചാക്കോ സത്യം വായന ഫോണുമില്ല. ഇവനെ ചാക്കോ എത്ര വട്ടം ചോദിച്ചു. എനിക്ക് നീ അരുണെന്ന് വിളിക്കും വേറെന്തര പോലെ ചാക്കോ വിളിച്ചാലും വിളിച്ച് ശീലമില്ലല്ലോ. പഴയ പേര്, പഴയ ആൾക്കാരുടെ പേര് ചാക്കോ പേര്. ഞാൻ പറഞ്ഞ അച്ഛന്റെ പേരാണ് ചാക്കോ. അരുൺ ചാക്കോ എന്നാണ് നമ്മൾ ചാക്കോ 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 ചാക്കോ. ഇന്നലെ ചോദിച്ചു സംഗമത്ത് കൊണ്ട് ട്യൂഷൻ പിള്ളേരെ കൊണ്ട് ക്യാമ്പ് വരും. ഞാൻ 2 വട്ടം ചാക്കോ ചോദിച്ചത് നീ ചാക്കോ ആയിരുന്നു. ട്യൂഷനാണ് കഞ്ഞിപൊടി. അത് മാത്രമാണ് അന്ന്. ഇവനെ ഒന്ന് പരിചയപ്പെടുത്തും ഓഫീഷ്യലായിട്ട്, നമുക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്തും. ഹായ്. അപ്പൊ നമ്മള് ഇത്രയും പേര് ഒരുമിച്ച് കോളേജിൽ ഗ്രാജുവേഷൻ പഠിച്ചതാണ്. ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണു. പേരേത്താണ് ആള് താമസിക്കുന്നത്. കുറെ നാൾ കൂടിയിട്ട് ഇദ്ദേഹത്തെ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടി പൊറോട്ടയും താറാവും വന്നിട്ടുണ്ട്. എനിക്കും പണം പോയി. രാത്രി 9 മണി അല്ലെ ചായ കുടിക്കാൻ മേലെ അവൻ മണ്ണൻ തലേന്ന് വണ്ടി എടുത്തോണ്ട് പിരിഞ്ഞെത്തു ചായ കുടിക്കാൻ. ഞാൻ ബൈക്ക് എടുത്തോണ്ട് മണ്ണൻ തല പോകും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പേരയത്തിനടുത്തുള്ള പാണയം എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നത്. അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ളൊരു ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ തരുന്നൊരു സ്ഥലമാണ്. നല്ല ക്ലൗഡി ആയിട്ടൊരു അന്തരീക്ഷമാണ്. കുറച്ചധികം നാളായി നമ്മളെല്ലാവരും തമ്മിൽ കണ്ടിട്ട്. അങ്ങനെ നമ്മളെ വിഷ്ണുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ഏരിയ വഴി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ഓർമ്മകളും പഴയ കളിയാക്കലുകളും തമാശകളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു യാത്ര. ഒരു ദിവസം രാവിലെ വന്നതാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ ഇവർത്തിങ്ങനെ നടക്കാൻ. നമ്മളെ ഈ ഗ്യാങ്ങിൻ്റെ അകത്ത് എക്സ്ട്രാ ഒരാളെന്ന് വന്നതെന്ന് പറഞ്ഞാൽ ശാലുവാണ്.
ശരിക്കും നമ്മളോട് പഠിച്ച ഒരാളല്ല, പക്ഷേ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഉള്ള ഒരാളെ പോലെ തന്നെയാണ് ശാലു മിങ്കിളായിട്ടുള്ളത്. എല്ലാവരും തിരിച്ച് ശാലിൻ്റെ അടുത്തും നല്ല ഫ്രീ ആണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ കുറേ ആൾക്കാരോട് വന്നൊന്നൊരു സ്ട്രേഞ്ച് ഫീലിംഗ് ഒരിക്കലും ശാലിന് ഉണ്ടാവുന്നുമില്ല. നമ്മൾ ഈ കാണുന്നതാണ് ചെല്ലഞ്ചി പാലം. ചെല്ലഞ്ചി പാലത്തിൻ്റെ താഴെയുള്ളൊരു കടവിലാണ് നമ്മുടെ സുഹൃത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല കാഴ്ചകളാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒന്ന് വൈകുന്നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പം വെള്ളം കുറവാണിപ്പം. ശരിക്കും ഈ മേളിലൊക്കെ വെള്ളം കയറി വരുമെന്നാണ് പറയുന്നത്, പക്ഷെ അത്യാവശ്യം വെള്ളം കുറവാണ്. എന്നാലും ചെറിയൊരു പൊടിമഴ, പൊടിച്ചാറ്റൽ മഴ ഉണ്ട്. എന്നാലും നല്ല രസമുണ്ട്. പതിയെ ഇറങ്ങി നമുക്ക് ആ പാറപ്പുറത്ത് കുറച്ച് നേരം ഇരിക്കാം. പാറപ്പുറത്തൊക്കെ ഇരുന്നിട്ട് വെള്ളത്തിൽ ചാടണ്ട, എല്ലാവർക്കും പോവാം. ചവിട്ട് കിട്ടാത്ത സ്ഥലത്ത് പോകല്ലേ, എനിക്കാണെങ്കിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യം ഇതാണ് ചെല്ലഞ്ചി പാലം. വണ്ടി വരണത് അറിയാൻ പറ്റുന്നില്ല. പിന്നെ രണ്ട് സൈഡിൽ ഭരതന്നൂര് പിന്നെ പേരയം നെടുവങ്കട ആ ഭാഗത്തോട്ടൊക്കെ കണക്ട് ചെയ്യണ ഒരു ബ്രിഡ്ജാണ്. അങ്ങനെ മഴയത്ത് ചായ കുടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു തട്ടുകടയിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. ഒന്ന് ലൈറ്റ് വിടാം, ഒന്ന് സ്ട്രോങ് വിടാം, ഒരു ലൈറ്റ് വിടാം. ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം ഒന്നുകൂടെ കണ്ടപ്പോഴത്തേക്കും മനസ്സിന് നല്ല സന്തോഷം തോന്നി, നല്ല റിലാക്സേഷൻ ഉണ്ടായിരുന്നു. കാര്യം ഒത്തിരി നാളെ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട്, ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ് എല്ലാവരെയും ഒന്ന് കാണണമെന്നൊക്കെ. അപ്പം എല്ലാവരെയും കാണാൻ സാധിച്ച് വളരെ സന്തോഷമുണ്ട്. തമ്മിൽ എല്ലാവരും വളരെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും കണ്ടു. സമാധാനമായിട്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് യാത്ര പിരിഞ്ഞു.